السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه أهل الصدق والوفاء. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. صلي الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم صل وسلم وبارك عليه. വളരെ ബഹുമാനവും ആദരവും സ്നേഹവും അറിയിക്കുന്ന മൂന്നാം ബ്ലോക്ക് മുദരിസ് നവാസ് സഖാഫി ഉസ്താദ്, നൂരി ഉസ്താദ്, അവരുടെ എല്ലാം ഉസ്താദായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ വന്യരായ സലാഹുദ്ദീൻ സഖാഫി, അതുപോലെ കേന്ദ്ര ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, മാജി പ്രസിഡന്റ്, അതിൻ്റെ ഖറിയയിൽ എല്ലാം വന്നെത്തിയ പ്രസിഡന്റുമാർ, നേതാക്കന്മാർ, ഈ മൂന്നാം ബ്ലോക്കിൻ്റെ എല്ലാമായ അജയ്യനായ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി തുടങ്ങിയ ഭാരവാഹികൾ, സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റ് വിശിഷ്ട അതിഥികളായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, നേതാക്കൾ, ഒത്തുകൂടിയ പ്രിയപ്പെട്ട മുതാലിമുകൾ, ജമാഅത്തുകാർ, യുവമിത്രങ്ങൾ, കാരണവന്മാർ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അർഹമുറഹ്മാനായ റബ്ബ് ഈ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നേരത്തെ നമ്മുടെ കേന്ദ്ര ജമാഅത്തിന്റെ പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തിയതുപോലെ 7ാം ബ്ലോക്കിന്റെ എല്ലാ കറിയകൾക്കും തന്നെ ഒരു മാതൃകയായിട്ട് ഈ 3ാം ബ്ലോക്ക് നിലനിൽക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നു ഈ സുന്ദരമായ പള്ളിയും മദ്രസയും അതിൽ പഠിക്കുന്ന പ്രഗത്ഭരായ മുതഅല്ലിമീങ്ങൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ പണ്ഡിത ശിരോമണികളെയുമെല്ലാം കാണുമ്പോൾ കേന്ദ്ര നേതാക്കൾക്ക് തന്നെ എന്നല്ല മുസ്ലിം ഉമ്മത്തിന് തന്നെ സന്തോഷം കൊള്ളുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഇൽമ് അത് വളർത്തുക, നിലനിർത്തി കൊണ്ടുവരിക, അതിന് പ്രോത്സാഹനം കൊടുക്കുക, വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. അതെല്ലാവർക്കും സാധിക്കില്ല. ദർസുകൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത് ഒരു കുറവും വരാതെ അതിന്റെ എല്ലാ പാൾട്ടുകളും നികത്തി യഥാർത്ഥ രൂപത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സുബ്ഹാനല്ലാഹ് വലിയ മഹല്ലുകൾ തന്നെ, വലിയ ഉസ്താദുമാര് തന്നെ, പണ്ഡിത ശിരോമണികൾ തന്നെ മുട്ടുമടക്കിയ ഒരു വിഷയമാണ്. പണ്ടത്തെ കാലം പോലെ മുംതാസ് അലി ഹാജിക്ക് അറിയാം, വയസ്സിന് മുതിർന്നവർക്കറിയാം, വലിയ നാടും മഹല്ലുകളും ജമാഅത്തുകളും പണ്ഡിതന്മാരുമെല്ലാം ദർസ് നടത്തിയിരുന്ന ആ ഒരു സുന്ദരമായ കാഴ്ച ഇന്ന് നമുക്ക് വളരെ വിരളമാണ്, കുറവാണ്. കാരണം യോജിച്ച സന്ദർഭമില്ല, അതിനുള്ള താല്പര്യം ജമാഅത്തിനില്ല, പഠിക്കാനുള്ള മക്കളില്ല.
ഈ രൂപത്തിലുമെല്ലാം ഓരോരോ ദർസുകളും അന്യമായി പോകുമ്പോൾ, ഇല്ലാതെയായി പോകുമ്പോൾ അവർക്കെല്ലാം ഒരു മാതൃകയായി, അവർക്കെല്ലാം ഒരു വഴികാട്ടിയായി, അവർക്കെല്ലാം ഒരു പാഠമായി എന്റെ പ്രിയപ്പെട്ട 3-ാം ബ്ലോക്കിലെ അൽഹംദുലില്ലാഹ് ദർസ് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ എത്രമാത്രം നാം യജമാനനായ റബ്ബിന് ശുക്ർ ചെയ്താലും മതി വരില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അന്ത്യനാൾ വരെ ഈ ദർസ് ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. ദീനിന്റെ നെടും തൂണാണ് ഇൽമ്. ഇൽമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ദീൻ നിലനിൽക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഞാൻ സുദീർഘമായി ഭാഷണം നടത്താൻ ടൈമില്ല. ഈ ദുനിയാവിന്റെ നിലനിൽപ്പ്, ഈ ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യങ്ങളിലാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ബിഇൽമിൽ ഉലമാ, പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം കൊണ്ടാണ്. പഠിപ്പുള്ള, ഇൽമുള്ള, വിജ്ഞാനമുള്ള, തന്റോടമുള്ള, ജ്ഞാനമുള്ള, പക്വതയുള്ള പണ്ഡിതന്മാരുടെ ഇൽമു കൊണ്ടാണ് ഈ ദുനിയാവിവിടെ നിലനിന്നു പോകുന്നത്. നമുക്കറിയാം, മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, നമ്മുടെ എല്ലാമായ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ പടയോട്ടം കാരണം, സന്ധിയില്ല സമരം കാരണം, ഊണും ഉറക്കവും ഒഴിച്ച് മുംതാസ് അലി ഹാജിപ്പോലുള്ള നേതൃത്വത്തിന് അറിയാം അവിടുന്ന് സഹിച്ച കഷ്ടപ്പാടുകൾ, പെടാപ്പാടുകൾ. പല സമയത്തും ഞാൻ നാട്ടിൽ പോകുമ്പോഴും കർണാടക സ്റ്റേറ്റിലെ പല ഭാഗങ്ങളിലും വലിയ വലിയ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുത്തു. ശേഷം കങ്കനാടി റെയിൽവേ ജംഗ്ഷനില് ഉസ്താദ് അവറുകള് 12-1 മണിക്കെല്ലാം 4 മണിക്കെല്ലാം വരുന്ന കൊങ്കൺ ഭാഗത്തിൽ നിന്ന് വരുന്ന ട്രെയിനിന് കാത്തു നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിലെ ചെയറിൽ ഇരുന്ന് ക്ഷീണിച്ച് അവശനായിരിക്കുന്ന അവസ്ഥകള് ഞാൻ ഇന്നും ഓർത്തു പോവുകയാ. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ആ പൂമുഖം, പ്രക്ഷോഭിതമായ പുഞ്ചിരി തൂകുന്ന മുഖം കുറെ കാലം കാണാനും അവിടുത്തെ കീഴിലായി അവന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ ഈ ഉമറ ഉലമ നേതാക്കൾക്ക് റബ്ബേ നീ കുറെ കാലം തൗഫീഖ് ചെയ്യണമല്ലാ. അവിടുത്തെ സന്ധിയില്ല സമരം കാരണം സമന്വയ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ന് കാണുന്ന അന്തസ്സും അഭിമാനവും ഇല്ലാതിരുന്ന ഒരു കാലം രാഷ്ട്രീയത്തിന്റെയും അതേ അധികാരത്തിന്റെയും പ്രമാണിമാരുടെയും സമ്പത്തിന്റെയും എല്ലാം പിറകില് പോയി അവർക്ക് മാത്രമാണ് അന്തസ്സും അഭിമാനവും, അവർക്ക് മാത്രമാണ് ഓജസ്സും തേജസ്സും പ്രസ്റ്റീജും എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരു വർഗത്തിന്റെ മുമ്പിൽ ആർക്കാർക്കും വേണ്ടാത്ത ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ ഉന്നത ശ്രേണിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കാരണക്കാരനായ മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലേ? അനേകം വക്കീലന്മാരെ വളർത്തിയെടുത്ത്, എഞ്ചിനീയർമാരെ വളർത്തിയെടുത്ത്, വിജ്ഞാനികളെ വളർത്തിയെടുത്ത്, തത്വചിന്തകന്മാരെ വളർത്തിയെടുത്ത് എല്ലാ മേഖലകളിലും കൽപ്പുറ്റ നിപുണന്മാരായ ബഹുഭാഷാ പണ്ഡിതന്മാരെ ഈജിപ്തിലെ കൈറോയിലെ യൂണിവേഴ്സിറ്റിയിൽ പോലും അവിടെ പോലും പഠനം നടത്താനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും യോഗ്യതയുള്ള വലിയ വലിയ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഔഖാഫിൽ വരെ പണ്ഡിത ശിരോമണികള് അവർക്ക് വേണ്ട ഉള്ള ഒത്താശകൾ വരെ ചെയ്തു കൊടുക്കാൻ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത് അതേ എല്ലാ മേഖലകളിലും കൽപ്പുറ്റ പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് അവരാണ് ഈ ഉമ്മത്തിലെ ഉന്നതന്മാര് എന്ന് ആരുടെ മുമ്പിലും തലകുനിക്കാതെ മുട്ടുമടക്കാതെ ഈമാൻ പണയം വെക്കാതെ സത്യം തുറന്നു പറയാനുള്ള വോയിസ്, അതേ ഊർജം കാണിച്ചു കൊടുത്ത, കാട്ടിക്കൊടുത്ത മഹാവ്യക്തിത്വം നമുക്ക് മറക്കാൻ പറ്റൂല. ഈ വേളയിൽ സമന്വയ
മുതഫരിദ് ഓതി, മീസാൻ ഓതി, കേവലം മതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആ മുതല്ലിമീങ്ങളല്ല ഇന്ന് അവർക്കറിയാത്ത വിജ്ഞാനത്തിന്റെ ഒരു ശാഖകളുമില്ല, അവർക്കറിയാത്ത ഭാഷകളില്ല, അവർക്കറിയാത്ത ഫന്നുകളില്ല, അവർക്കറിയാത്ത ടെക്നോളജികളില്ല, അവർക്കറിയാത്ത ശാസ്ത്രങ്ങളില്ല. എല്ലാ ഫന്നുകളും ഉമറാക്കൾ മനസ്സിലാക്കണം. ഈ പള്ളി ദർസുകളില് ഇന്ന് ഭൗതികം മക്കള് പഠിക്കുന്ന, യുവാക്കള് പഠിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, തർക്കശാസ്ത്രത്തില്, അതുപോലെ തന്നെ ഗണിത ശാസ്ത്രത്തില്, സയൻസില്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിജ്ഞാനവും എല്ലാ ഫന്നുകളും എല്ലാ മേഖലകളും പഠിപ്പിക്കപ്പെടുന്നുണ്ട് ദർസ്. അങ്ങനെ ഈ ഉമ്മത്തിന് ഏത് നാടിൽ പോയാലും, ഏത് നേതാക്കന്മാരുടെ മുമ്പിലും, ഏത് ഭാഷക്കാരുടെ മുമ്പിലും, ഏത് ദേശക്കാരുടെ മുന്നിലും, ഏത് വിജ്ഞാനികളുടെ മുമ്പിലും, ഏത് അധികാരി വർഗത്തിന്റെ മുമ്പിലും, പാർലമെന്റിൽ മുന്നു പോയിട്ട് പോലും, സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ കച്ചേരിയിൽ പോയിട്ട് പോലും ഹക്ക് വിളിച്ചു പറയാനും, ന്യായം വിളിച്ചു പറയാനും, നീതി വിളിച്ചു പറയാനും യോഗ്യതയുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാൻ ആ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സമന്വയ വിദ്യാഭ്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണമാണ് 3-ാം ബ്ലോക്കിലുള്ള ദർസ്. അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള ദർസ് കൊണ്ട്, ഇൽമു കൊണ്ട്, മുതല്ലിമീങ്ങളെ കൊണ്ട്, ഈ ഇരിക്കുന്ന പണ്ഡിത നേതൃത്വത്തെ കൊണ്ട് മാത്രമാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. അല്ലാഹുവിന്റെ ദുനിയാവ് തെറ്റാതെ, തട്ടാതെ, മുട്ടാതെ നിലനിന്നു പോകുന്നത്. രണ്ടാമതായി ഉമറാക്കളെ നേരത്തെ പറഞ്ഞില്ലേ, ഏത് വിഷയത്തിലും നമ്മളെ മുംതാസ് അലി, നമ്മളെ മസ്ജിദുൽ ഉദക്ക് വേണ്ടിട്ടല്ലേ, അവിടത്തെ ഒരു പള്ളിയുടെ കുറ്റിയെടുക്കുന്ന വേളയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടേ ഉള്ളൂ മുംതാസ് അലി. കോടികളായത് പള്ളി അറിയാതെ 3-ാമത്തെ തട്ടുവലെ നമ്മളെ വക്കീലിന്റെ നേതൃത്വത്തില് പൂർത്തിയായി. അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ്. അങ്ങനത്തെ ഉമറാക്കള്, അങ്ങനത്തെ ദീനിനോടുള്ള മുഹിബീങ്ങള് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കാലത്തോളം അവരുടെ അകമഴിഞ്ഞ സഹായം ഇന്നും നമുക്ക് കുറച്ച് സ്ഥലം വേണമെന്നുള്ള അദ്രമാൻ ചെറിയ ഒരു സൂചന കൊടുത്തപ്പോൾ ഞാനുണ്ട് ആചാര്യ, ഞങ്ങളുണ്ട്, എന്നെ പോലെയുള്ള ദീനി പ്രേമികളുണ്ട്, മാജി പ്രസിഡന്റ് അടക്കം, ഇസ്മായിൽ അഡ്വക്കറ്റ് അടക്കം, അഹമ്മദാലി അടക്കം, നമ്മളെ സാക്കിറാജ് അടക്കം, സാഗരാജ് അടക്കം അനവധി ആജിമാർ ഞങ്ങളുണ്ട് എന്ന ഒരു മനസ്സ് പോലെ നമുക്ക് റബ്ബേ ഞങ്ങളെ ഉമറാക്കൾക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും നീ ഏറ്റം കൊടുക്കണം അല്ലാഹ്. അല്ലേ വബിസഖാവത്തിൽ അഗ്നിയാ, ഇതുപോലെയുള്ള മുതലാളിമാരുടെ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച പണക്കാരുടെ സമ്പത്തും ദാനവും കൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിടെ നിലനിന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. വബി അദ്ലിൽ ഉമറാ, നീതി പാലകന്മാരുടെ ഉമറാക്കളുടെ ആ നീതിയുക്തമായ ആ തീരുമാനങ്ങൾ മുഖേന ഏത് വിഷയം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഏത് ചർച്ചകൾ വന്നാലും, ചർച്ചകളും നൂലാമാലകളില്ലാത്ത മഹല്ലുകളും ജമാഅത്തുകളിൽ ഒന്നുമില്ല. പക്ഷേ 7-ാം ബ്ലോക്ക് അങ്ങനെയല്ല. മുസ്ലിം മഹല്ലുകൾ മുഴുവനും ജമാഅത്തുകൾ മുഴുവനും അങ്ങനെ തന്നെയായിരിക്കണോ? അത് അമുസ്ലിങ്ങളുടെ മുന്നിൽ പോയി ഈ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങള് അവരുടെ മുന്നിൽ പണയം വെക്കുന്ന, അവരുടെ മുമ്പിൽ കൊച്ചാക്കി കാട്ടുന്ന ഒരു സമ്പ്രദായം നമുക്ക് പാടില്ല. നമുക്ക് ഉമ്മറ നേതൃത്വമുണ്ട്, ഉലമാ നേതൃത്വമുണ്ട്. അവരുടെ ആ നീതിയുക്തമായ തീരുമാനങ്ങൾ മുഖേന ന്യായം എന്താണ്, അന്യായം എന്താണ്, നീതി എന്താണ്, അനീതി എന്താണ്, സുപ്രീം കോർട്ടിൽ നിന്ന് പോലും നീതി ലഭിക്കാത്ത കാലത്ത് ഈ ഉമ്മത്തിന് നീതി കൊടുക്കാൻ കെൽപ്പുറ്റ പണ്ഡിത ഉമറ നേതൃത്വം ഈ സമൂഹത്തിലുള്ള കാലത്തോളം ഈ ദുനിയാവിനൊരു കുഴപ്പവും സംഭവിക്കില്ല. 4-ാമതായി ഈ ഇരിക്കുന്ന നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ദുആ. ഞാൻ കുറെ ആമീൻ പറഞ്ഞില്ലേ? മുംതാസ് അലി ഇവിടെ ദുആറുന്നില്ലേ? ഈ സ്ഥലത്തിന് വേണ്ടി, ഈ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ജനറേറ്ററിന് വേണ്ടി, മക്കളെ കമ്പ്യൂട്ടറിന് വേണ്ടി, സ്മാർട്ട് ക്ലാസിന് വേണ്ടി മാസാമാസം 3-ാം ബ്ലോക്കിന് ഗ്രൂപ്പുകൾ മുഖേനയും അല്ലാതെ രൂപത്തിലും ഭക്ഷണത്തിനായും മുതാലിങ്ങൾക്കായും മുതാലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരടക്കം അവരുടെ എല്ലാം ദുആ കൊണ്ടാണ് മുതലാളിമാർക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കുമുള്ള തഹജ്ജുദ്
തഹജ്ജുദ് നിസ്കരിച്ചുള്ള ദുആ, ആത്മാർത്ഥമായ ദുആ. അതുകൊണ്ട് തന്നെയാണ് ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് ദുനിയാവ് ഇവിടെ തട്ടാതെ മുട്ടാതെ നിലനിന്നു പോകുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇൽമ്, ദർസ് അത് അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കണം. എല്ലാ നിൽക്കും മാതൃകയായ ഒരു ദർസ്. നേരത്തെ ശിഷ്യനെ കുറിച്ച് ഉസ്താദ് തന്നെ, അവിടുത്തെ ഉസ്താദിന്റെ ഒരു കുഞ്ഞിനെ തന്നെ ഇവിടെ ചേർക്കാം എന്നുള്ള ഒരു ചുറ്റുപാടിലെത്തുമ്പോൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ധാരാളം കുട്ടികൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സൗകര്യം ഇവിടെ ഇല്ല, അത് വേറെ വിഷയം. എങ്കിലും അതെല്ലാം വളർന്നു വരും ഇൻഷാ അല്ലാഹ്. പക്വതയുള്ള മുതഅല്ലിമീങ്ങളാണ്, ആലിമീങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഒരു മനുഷ്യൻ നല്ല ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവനെ പണ്ഡിതനാക്കും. കേവലം ഒരു പണ്ഡിതനല്ല, വയുൽഹിംഹു റുഷ്ദാ, തൻ്റോടും പക്വത ഇട്ടുകൊടുക്കുന്ന ഒരു പണ്ഡിതനാക്കി മാറ്റും. ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുണ്ടാസ് കെട്ടി എന്നെ പോലെ കമ്മീസിട്ട് ഒല്ലിയലിട്ടെടുക്കുന്ന, അതല്ല, പക്വതയുള്ള തൻ്റോടമുള്ള, വേണ്ട സമയത്ത് വേണ്ടതുപോലെ വേണ്ട രൂപത്തില് വേണ്ടവരോട് വിളിച്ചു പറയാൻ വോയിസ് ഉള്ള പണ്ഡിതനെയാണ് നമുക്ക് വേണ്ടത്. മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെ, മർഹൂം താജുൽ ഉലമയെ പോലെ, ബേക്കൽ ഉസ്താദിനെ പോലെ അവിടെ ദറജ അല്ലാഹു ഇനി ഉയർത്തി കൊടുക്കണം അല്ലാഹ്, അല്ലേ? ഏതേത് വിഷയത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക ഏത് വിഷയങ്ങൾ വരട്ടെ, അതിനെല്ലാം വേണ്ടതുപോലെ വേണ്ട രൂപത്തിൽ വേണ്ട സമയത്തിൽ ഇടപെടാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർ, പക്വതയുള്ള പണ്ഡിതന്മാർ, തൻ്റോടമുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ വളർന്നു വരണം. എങ്ങനെ? ഇതുപോലെയുള്ള സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ബഹുഭാഷാ പണ്ഡിതന്മാരായി എങ്ങനെയാണ് ഒരു നാടിനെ മൂവ്മെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ആ മുഖ്തദൽ ഹാലിനോട് യോജിച്ച രൂപത്തില് പക്വത കാണിച്ച് കാര്യങ്ങൾ ഇടപെടാൻ, കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ ഇവിടെ വളർന്നു വരണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ നിലക്കും ഈ 3-ാം ബ്ലോക്കുകാർ റബ്ബിന് ശുക്ർ ചെയ്താൽ മതിയാവില്ല. അതാണ് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞത്, ലഇൻ ശക്കർതും ലഅസീദന്നകും. നേരത്തെ പറഞ്ഞില്ലേ മുതഅലി, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അല്ലാഹു ഇനി ഏറ്റി തരും. അതുകൊണ്ട് ഈ ദർസിനോടുള്ള മഹബത്തും, എൻ്റെ ഉമ്മമാരെ, മുതഅല്ലിമീങ്ങളോടുള്ള സ്നേഹവും ഒരു നിലക്കും ഒരു നൂലിന് പോലും നിങ്ങൾ ആ മഹബത്ത് കുറഞ്ഞു പോകാൻ പാടില്ല. ഇല്ല എന്നതിന്റെ അടയാളമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുംതാസ് അലിന്റെ നേതൃത്വത്തിൽ ആ ഒരു സ്ഥലത്തിന്റെ വിഷയത്തിൽ ഒരു ഉദ്ഘാടനം, അതിന്റെ ഒരു കളക്ഷൻ ഇവിടെ, അതിന്റെ ഒരു സ്വരൂപണം ഇവിടെ നടന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ എല്ലാം നേതൃത്വത്തിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാരണം 3-ാം ബ്ലോക്കിൽ കൈയിട്ട കാര്യം, അബ്ദുറഹ്മാൻ ഹാജി മുമ്പിൽ വെച്ച ഒരു പദ്ധതിയും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു ജല്ല ജലാലുഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കണം. അതുകൊണ്ട് എൻ്റെ ഈ 3-ാം ബ്ലോക്കിലുള്ള ഈ ദർസിനെ കേന്ദ്ര ജമാഅത്തിലുള്ള നേതാക്കന്മാരും അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഉമ്മപങ്കന്മാരും എല്ലാം കഴിവിന്റെ പരമാവധി 32 വീടുകാർ മാത്രമാണ് എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഈ ഏരിയ, ഈ ഒരു കുഗ്രാമം, അല്ലേ, അതിനെ ഒരു വലിയ കലാലയത്തിന്റെ, ഒരു എഡ്യൂക്കേഷന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റണം. റബ്ബ് തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ മുതഅല്ലിമീങ്ങൾക്കെല്ലാം ഇൽമും തഖ്വയും ഇഖ്ലാസും എല്ലാം ഏറ്റമേറ്റം നൽകി റബ്ബേ ഈ ഉമ്മത്തിന് ഉപകാരപ്രദമായ പണ്ഡിതന്മാരായി വളർന്നു വരാൻ നീ സർവ്വ തൗഫീഖും നീ കൊടുക്കണം അല്ലാഹ്. ഇത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അല്പം ദിക്റും സലാത്തും ചൊല്ലി നമുക്ക് ദുആരക്കാം ഇൻഷാ അല്ലാഹ്, മുസാഫഹത്തും നടത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ.